ഇപ്പോൾ സംവിധായകനും നടനുമായ മധുപാൽ കൂടി ചേരുന്നുണ്ട്. ശ്രീ മധുപാൽ, സംഗീത് ശിവന്റെ വിയോഗം ഒരുപക്ഷെ തിരുവനന്തപുരത്ത് നിങ്ങളുടെയൊക്കെ ഒപ്പം സജീവമായിരുന്നൊരു സിനിമാ പ്രവർത്തകൻ കൂടിയാണ് വിടവാങ്ങുന്നത്. എങ്ങനെ ഓർമ്മിക്കുന്നു അദ്ദേഹത്തിന്റെ സംഭാവനകളെ, അദ്ദേഹവുമായിട്ടുള്ള പ്രവർത്തനം? മലയാള ചലച്ചിത്രത്തിൽ മാത്രമല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ വേറിട്ടൊരു വഴി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചലച്ചിത്രകാരനാണ് സംഗീതൻ. സംഗീതത്തിന്റെ വേറൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥ കണ്ടെത്തുന്നതിനകത്ത് കഥ കണ്ടെത്തിയത് യൂണിവേഴ്സൽ കഥകളായിരിക്കണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് പോകുന്നു. ഒരു സാധാരണ വെറുതെ മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കഥ എഴുത്തിന്റെ കഥ കണ്ടെത്തുന്നതിന് വഴിയല്ല. കാരണം അതിന്റെ ഒരു ഗുണം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവൻ സാർ എന്ന് പറയുന്ന ആ കുടുംബം തന്നെ ശരിക്കും പറഞ്ഞാൽ വായനയുടെയും എഴുത്തിന്റെയും എഴുത്തുകാരുമായിട്ടുള്ള സൗഹൃദങ്ങളും സ്നേഹവും ഒക്കെ പലതരത്തിലുള്ള ആളുകളെ കണ്ട് പല കലാകാരന്മാർ ഒരുമിച്ച് കണ്ടിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാവുന്നുണ്ട്. അത് കുട്ടിക്കാലം മുതൽ തന്നെ സംഗീതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ശിവൻ സാറിന്റെ ഒരു സ്റ്റുഡിയോ ഒരു കാലത്ത് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ഒരുപാട് എഴുത്തുകാരുടെ ഇടമായിരുന്നു, എഴുത്തുകാരുടെ അഭയമായിരുന്നു എന്ന് തന്നെ പറയാവുന്നതാണ്. കാരണം ആ രീതിയിൽ ഒത്തിരി കലാകാരന്മാരെ കണ്ടു വളർന്ന ഒരു 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 പാരമ്പര്യം സംഗീതത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ സംഗീതത്തിനും സന്തോഷവും സജീവവും ഒക്കെ ഒരു ഫിലിം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് അത് ശിവൻ സാറിന്റെ ഒരു തുടർച്ച പോലെ തന്നെ അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചയിലേക്ക് കൊണ്ടുപോകാൻ സംഗീതത്തിൽ ചെയ്തിട്ടുണ്ട്. കാരണം സംഗീതത്തിൽ സന്തോഷം കൂടി ചെയ്തിട്ടുള്ള എല്ലാ സിനിമകൾക്കും ആ ഒരു അത് മലയാളത്തിലായാലും ഹിന്ദിയിലായാലും ഒക്കെ തന്നെ വളരെ ഡിഫറെന്റ് ആയ ഒരു പാറ്റേൺ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ഫിലിം മേക്കറുടെ വിയോഗമാണ് ഞാനിത് അറിയുന്നത്. കാരണം പേഴ്സണലി അടുപ്പമുള്ള സ്നേഹമുള്ള ഒരു ചേട്ടന്റെ വിയോഗമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. ശ്രീ മധുപാൽ, ഒരു കാര്യം കൂടി, മലയാളത്തിലെ 2 ചിത്രങ്ങൾ എനിക്ക് തോന്നുന്നു സ്നേഹപൂർവ്വം അന്നയും ഡാഡിയും ഒഴിച്ചാൽ മറ്റ് ചെയ്ത സിനിമകൾ വളരെ കുറച്ചെങ്കിൽ പോലും ആ സിനിമകളെല്ലാം തിരക്കഥ എഴുതിയതും സംഗീത് ശിവൻ തന്നെയായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ടെന്ന്. അതെ 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 അല്ല, അത് നിർണയമായാലും യോദ്ധ പിന്നെ ശശിധരൻ ആറാട്ട് വഴിയാണ് തിരക്കഥ ചെയ്തത്. വ്യൂഹത്തിനകത്താണ് കോറായിട്ടുള്ളത്. ഡാഡി ആയാലും നിർണയമായാലും വ്യൂഹമായാലും യോദ്ധയായാലും മറ്റ് ഹിന്ദി സിനിമകളിലും എല്ലാത്തിലും ഒരു പുള്ളിയുടേതായ ഒരു കയ്യൊപ്പുണ്ട്. ആര് എഴുതുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം ഡയറക്ടറുടെ പെർസെപ്ഷൻ ആണല്ലോ സിനിമയുണ്ടത്. മറ്റൊരു ബേസ്മെന്റ് തന്നെയാണ്. ആ ബേസിനകത്ത് കെട്ടിപ്പൊക്കിയിട്ടുള്ള നല്ല വളരെ വിശാലമായ കാഴ്ചക്ക് ഭംഗിയുള്ള എപ്പോഴും ഓർത്തിരിക്കുന്ന തരത്തിലേക്കുള്ള കൃതികൾ തന്നെയാണ് സംഗീതത്തിൽ ചെയ്തിട്ടുള്ളതെന്ന് തന്നെയാണ്. കാരണം യോദ്ധയൊക്കെ ശരിക്കും യോദ്ധയിലെ സീക്വൻസുകളായാലും നിർണയം, വ്യൂഹം ഒക്കെ ഈവൻ ഡാഡിയിൽ പോലും ആ ഒരു ഡിഫറെന്റ് ആയ ഒരു കഥ പറച്ചിലുണ്ടായിട്ടുണ്ട്. അതൊരു ഒരു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നല്ല പാരമ്പര്യമുള്ള കലാകാരന്മാരാകുമ്പോഴുള്ള സഹകരണമാണ്, അല്ലെങ്കിൽ അവരോടൊപ്പം ഉള്ള സഞ്ചാരമാണ് ഇത്തരം ഒരു ഫിലിം മേക്കറെ ഏറ്റവും ഗംഭീരമാക്കി മാറ്റിയിട്ടുള്ളതും. തീർച്ചയായും. നന്ദി ശ്രീ മധുപാൽ, ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.